ഹലോ കൂട്ടുകാരെ, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു പടവലങ്ങ തീയൽ ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടി ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ നന്നായി നമുക്ക് വറുത്തെടുക്കണം. അതിനകത്ത് കറിവേപ്പിലയും പുളിയും ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിത് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇത് ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് വേണ്ടുന്ന മസാലകൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾ ചേർത്ത് കൊടുക്കുകയാണ്, മുളക് ചേർത്ത് കൊടുത്തു, മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും നന്നായി ഇളക്കി കൊടുക്കുക. തേങ്ങ നന്നായി ബ്രൗൺ കളറാക്കി മസാലയുടെ പച്ചമണമൊക്കെ മാറി. ഇനി നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം. ഇതിനകത്ത് ഞാൻ കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. തീയൽ റെഡിയാക്കുവാനായി ഞാൻ സവാളയും ടൊമാറ്റോയും മുളകും കറിവേപ്പിലയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി പടവലങ്ങയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കിനി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. തേങ്ങയൊക്കെ നന്നായി തണിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സിയിൽ കറക്കിയിട്ട് വരാം. നന്നായി അരച്ചെടുക്കാം. റെഡിയാക്കാനായി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് തീ കത്തിച്ച് കൊടുക്കാം. ഇതിനകത്തുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ. പാത്രം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിൽ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായാൽ അതിലേക്ക് സവാളയും മുളകും ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റണം. ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്കിതിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പടവലങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കുക. ഇതിനകത്ത് ഇച്ചിരി മസാല കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ മുളകും മഞ്ഞളും മല്ലിപ്പൊടിയും കുറച്ച് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് മതി. നമ്മൾ തേങ്ങയിൽ കുറേ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു കുറച്ചൊന്ന് ഇതിൽ എല്ലാം പിടിച്ച് വരാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കുക. ഇതിനകത്ത് അരച്ച് വെച്ചിരിക്കുന്ന അരവ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ആവശ്യമായ വെള്ളം നമുക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിൽ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. കുറച്ച് തീ കുറച്ച് കൊടുക്കാം കേട്ടോ. കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഓഫ് ചെയ്യാം. കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിനൊപ്പം കൂട്ടുകാൻ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇതാ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ടാറ്റ, ബൈ ബൈ, സീ യു.